സ്നേഹനാദം 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 സ്നേഹനാദം. തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ മേഘാരൂഢനായി എത്രയും വേഗം കടന്നു വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ ഏവർക്കും വന്ദനം ചൊല്ലുന്നു. യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് ഈ മാസം 23-ാം തീയതി 4 വർഷം തികയുകയാണ്. ഈ 4 വർഷങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനം വിജയകരമായി തുടരുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തതോർത്ത് നിങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവഹിതമായാൽ ഈ പ്രവർത്തനം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം നിശ്ചയമാണ്, ഈ ചാനൽ മുഖാന്തരം അനേകർക്ക് അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നു. പാട്ടിൽ കൂടെയും പ്രസംഗത്തിൽ കൂടെയും കൺവെൻഷൻ മീറ്റിങ്ങിൽ കൂടെയും ഒക്കെ അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിവുള്ള വസ്തുതയാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഈ മാസം 21-ാം തീയതി ഞായറാഴ്ച 7:30 മുതൽ 9 മണി വരെ സൂം പ്ലാറ്റ്ഫോമിൽ 4-ാം വാർഷികം നടക്കും. അതിനെക്കുറിച്ചുള്ള ഫ്ലെക്സ് ഉടൻ തന്നെ ഫേസ്ബുക്കിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. ശ്രദ്ധിക്കുക, കടന്നു വരിക, പങ്കെടുക്കുക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കും. ഇന്നത്തെ മെസ്സേജിന് വേണ്ടി എടുത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണെന്നറിയണ്ടേ? വഴിയിൽ നശിക്കരുതെന്ന്. പ്രിയമുള്ളവരെ, നാം ഒരു യാത്രയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങിയാൽ നമ്മുടെ വലിയ ആഗ്രഹം ജോലി തിരക്കുകൾ കഴിഞ്ഞ് സ്വന്തം ഭവനത്തിൽ വന്ന് ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് സന്തോഷിക്കുക, കൂട്ടായ്മ ആചരിക്കുക, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുക, ദൈവത്തോടെ പ്രാർത്ഥന കഴിക്കുക. ഇതൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷയുമായിട്ടാണ് നാം വീട്ടിൽ നിന്നിറങ്ങുന്നതും മടങ്ങി വരുന്നതും. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, വളരെ ഖേദത്തോടെ പറയട്ടെ, അനേകർ വീട്ടിൽ നിന്നിറങ്ങുന്നു, പക്ഷേ മടങ്ങി വരുവാൻ കഴിയുന്നില്ല. അവർ മടങ്ങി വരുന്നത് മറ്റൊരു നിലയിലാണ്. അത് പറയാൻ പോലും ഞാൻ ഭയക്കുന്നു. ആ സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. റോഡപകടങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഞാൻ അതിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല. അപ്പോൾ വഴിയിൽ നശിക്കരുത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചിന്താവിഷയമാണ്. അതിനെ ആരും ഗവനിക്കാതിരിക്കരുത് എന്നുകൂടി ഓർപ്പിക്കട്ടെ. സ്തോത്രം. ഇതൊരു അപകട മുന്നറിയിപ്പാണ്. വഴിയിൽ നശിക്കാം, അല്ലെങ്കിൽ രക്ഷപ്പെടാം. ഇത് രണ്ടും നമ്മെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും അങ്ങനെയല്ല. മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ട് നാം വഴിയിൽ പട്ടുപോകുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ഏറ്റവും അധികം ആക്സിഡൻ്റൽ ഡെത്ത് ഉണ്ടാകുന്നത് തങ്ങളുടെ തന്നെ പിഴവ് കൊണ്ടാണ് എന്നാണ് അതിനെക്കുറിച്ചുള്ള സ്റ്റഡി വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകം ഒരു വഴിയമ്പലമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു യാത്രയിൽ ഒന്ന് അന്തി ഉറങ്ങണം, ഒന്ന് വിശ്രമിക്കണം, വീണ്ടും യാത്ര തുടരണമെങ്കിൽ ഒരു വഴിയമ്പലം, അത് പഴയ ഭാഷയാണ്, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനം ക്രമീകരിച്ച് അന്തി ഉറങ്ങി ക്ഷീണം മാറി അടുത്ത ദിവസം വീണ്ടും യാത്ര ചെയ്യുന്ന ഒരു വഴിയമ്പലം പോലെയാണ് ഈ ലോകം എന്ന് പറയുന്നത്. ഈ ലോകം ഒരു ഘോര വനാന്തരമാണ്. ഒരു വനത്തിൽ എന്തെല്ലാം അപകടങ്ങൾ പതിയിരിക്കുന്നോ അതെല്ലാം ഈ ലോകത്തിലുണ്ട്. വനത്തിൽ വേണ്ടത്ര
വ്യക്തമോ വെളിച്ചമോ ഉണ്ടാകുകയില്ല. വെട്ടിത്തെളിച്ച ഒരു പാത അവിടെ കാണുകയില്ല. ദുഷ്ടമൃഗങ്ങൾ, ദുഷ്ടജന്തുക്കൾ പതിയിരിക്കുന്ന വനാന്തരത്തിൽ കൂടിയുള്ള ഒരു യാത്ര. ഈ ലോകം ഒരു മഹാസമുദ്രമാണ്. ആ സമുദ്രത്തിൽ കൂടിയുള്ള ഒരു യാത്ര. ഈശാനമൂലൻ നമ്മുടെ യാത്രയ്ക്ക് നേരെ ആഞ്ഞടിക്കാം. വലിയ മഞ്ഞ മലകൾ നമ്മൾ യാത്ര ചെയ്യുന്ന ബോട്ടിനെ അല്ലെങ്കിൽ കപ്പലിനെ എതിർപ്പെടാം. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വേണം ഈ യാത്ര തുടരുവാനും നാം ഉദ്ദേശിക്കുന്ന ശുഭ തുറമുഖത്ത് എത്തുവാനും. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോകയാത്ര വലിയ ദുഷ്കരമായ ഒരു അനുഭവമാണെന്നാണ് ഈ 3 കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ചത്. ഈ യാത്രയിൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ നശിക്കാം. ഇവിടെ നമ്മുടെ ഹെഡിങ് വഴിയിൽ നശിക്കരുത് എന്നതാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയും നല്ല ബോർഡുകൾ കാണാം, മുന്നറിയിപ്പിൻ്റെ ബോർഡ്. ഇവിടെ എസ് വളവുകൊണ്ട് സൂക്ഷിച്ചു പോകണം, ഇവിടെ ബി വളവുകൊണ്ട് സൂക്ഷിച്ചു പോകണം, റോഡ് മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ബോർഡ്, വർക്ക് ഇൻ പ്രോഗ്രസ് സൂക്ഷിച്ചു പോകണം, മുന്നിൽ പണി നടക്കുന്നു ശ്രദ്ധിച്ചു പോകണമെന്ന്. അങ്ങനെ അനേക ബോർഡുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നാം ഈ മുന്നറിയിപ്പിനെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ യാത്രയിൽ നമുക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ഈ യാത്രയിൽ നമുക്ക് നശിക്കാം. ഇതിലേതാണ് നമുക്ക് വേണ്ടുന്നത്? അവരവർ തന്നെ തിരഞ്ഞെടുക്കേണ്ട ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. നമ്മൾ സാധാരണ ചോദിക്കാറില്ലേ, ചിലരുടെ ജീവിത രീതി കണ്ടിട്ട്, ശൈലി കണ്ടിട്ട്, അവൻ്റെ ജീവിതത്തിൻ്റെ ക്രമീകരണം കണ്ടിട്ട്, ലക്ഷ്യമില്ലാത്ത പോക്ക് കണ്ടിട്ട് നമ്മൾ ചോദിക്കാറില്ലേ, നീ എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നേ? ചിലരുടെ മറുപടി, ജനിച്ചത് കൊണ്ട് ജീവിക്കുന്നു. അത് ജനിച്ചാൽ പിന്നെ ജീവിക്കണം, ആ ഒരു ആഗ്രഹം മാത്രമാണ് പിന്നെ നമുക്കുള്ളത്. എന്നാൽ നമ്മുടെ കർത്താവ് ജനിച്ചത് ജീവിക്കാനല്ലായിരുന്നു, മരിക്കാനായിട്ടായിരുന്നു. ആ ഭാഗം പറഞ്ഞിട്ട് മുന്നോട്ട് പോകട്ടെ. അലസന്മാരായ ചിലരോട് വീണ്ടും നാം ആ ചോദ്യം ചോദിച്ചാൽ, എന്തിനാടാ നീ ജീവിക്കുന്നത് ചോദിച്ചാൽ, എന്തിനാണ് ജീവിക്കുന്നത് അറിയാതെ ഞാനങ്ങ് ജീവിക്കുന്നു. അവർക്കറിയില്ല എന്തിനാണ് ജീവിക്കുന്നതെന്ന്. എന്ന് പറഞ്ഞ ജീവിതത്തിന് ലക്ഷ്യബോധമില്ലാതെ പോകുന്ന പോക്ക്. അങ്ങനെയും കുറേ ആളുകൾ ജീവിക്കുന്നു. വീണ്ടും അതുപോലെയുള്ള ആളുകളോട് മൂന്നാമത് ചോദിച്ചാൽ, എന്തിനാടാ നീ ഇങ്ങനെ ജീവിക്കുന്നത്? അവൻ പറയും, മരിച്ചിട്ടില്ലാത്തതുകൊണ്ട് ജീവിക്കുന്നു. അത്രമാത്രം. ഈ ഉത്തരങ്ങൾ പലപ്പോഴും പലരിൽ നിന്നും നമുക്ക് കേൾക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. മനുഷ്യ ജീവിതത്തിന് ജനനം കൊണ്ട് ഒരു ആരംഭം ഉണ്ടെങ്കിലും മരണം കൊണ്ട് അത് അവസാനിക്കുന്നില്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചത് അനശ്വര ജീവിയായിട്ടാണ്. മനുഷ്യൻ മരണത്തിന് അതീതമായ ഒരു നിത്യാത്മാവിൻ്റെ ഉടമയാണ്. അത് നാം മനസ്സിലാക്കണം. സകല ലോകത്തെക്കാളും വിലയുള്ള ഒരു ആത്മാവ് നമ്മളിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമുക്ക് ഒരു ആത്മാവില്ലെങ്കിൽ മരണത്തിന് ശേഷം ഞാൻ എന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തി എവിടെ? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശരീരം ഒരു പുറംകൂട് മാത്രം. ആത്മാവ് അവനെ തന്നവങ്കിലേക്ക് മടങ്ങിപ്പോകും എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ലക്ഷ്യബോധമുള്ള ഒരു ജീവിതമായി തീരട്ടെ. 2-ാം സങ്കീർത്തനം അവസാന വാക്യം ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചു കൊള്ളുക. സ്തോത്രം. ഇവിടെ ഒരു ചോദ്യം ഉയരാം. സ്വാഭാവികമാണത്. ദൈവം കോപിക്കുമോ? ദൈവം സ്നേഹവാനല്ലേ, കരുണാസമ്പന്നനല്ലേ, കൃപാലുവല്ലേ എന്നൊക്കെ വചനത്തിലുണ്ടല്ലോ
പിന്നെ ദൈവം കോപിക്കുമോ? ഞാൻ പറഞ്ഞ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം കോപിക്കും. പക്ഷേ തക്കതായ ഒരു കാരണമുണ്ടായിരിക്കണം. കോപിച്ചാലും ഒരു പിതൃ ഹൃദയത്തോടെ മാത്രമേ കോപിക്കുകയുള്ളൂ എന്നതും നാം ഓർത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം കോപിച്ച അനേക സന്ദർഭങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. സാമ്രാജ്യങ്ങളോട് ദൈവം കോപിച്ചിട്ടുണ്ട്, ചക്രവർത്തിമാരോട് ദൈവം കോപിച്ചിട്ടുണ്ട്, ഒരു ദേശത്തോട് ദൈവം കോപിച്ചിട്ടുണ്ട്, വ്യക്തികളോട് ദൈവം കോപിച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ ദൈവം കോപിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. ബാബിലോൺ, ആ സാമ്രാജ്യത്തോടും അതിൻ്റെ ചക്രവർത്തിയോടും ദൈവം കോപിച്ചു. ചക്രവർത്തിയെ കാട്ടിലെ മൃഗത്തെപ്പോലെ പുല്ല് തീറ്റിച്ച സംഭവം ഉണ്ടായത് ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നാണ്. സോദോം ഗോമോറയോട് ദൈവം കോപിക്കത്തക്കവണ്ണം അത്രമാത്രം പാപത്തിൽ പട്ടണം ആണ്ടുപോയി. അതിൻ്റെ ഫലമായിട്ട് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധവും ഇറക്കി സോദോം എന്ന പട്ടണത്തെ നശിപ്പിച്ച് കളഞ്ഞു. ആ പട്ടണം വെന്ത് ഉരുകി താണുപോയി. അതാണ് ഇന്നത്തെ ചാവുകടൽ. ദൈവം ദേശത്തോട് കോപിക്കും. ദൈവം ഒരു ജനതയോട് കോപിക്കുമോ? കോപിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്ര നാം പഠിക്കുക. ദൈവം എന്തെല്ലാം നന്മകൾ അവരുടെ യാത്രയുടെ ആരംഭം മുതൽ ചെയ്തു വന്നു. ഏറ്റവും വലിയ പ്രതികൂലമായിരുന്ന ചെങ്കടൽ, അവിടെ അവരുടെ ജീവിതം പട്ടു. ഞങ്ങളെ ഇവിടെ വെച്ച് കൊല്ലുവാനായിട്ടാണോ കൊണ്ടുപോകുന്നതെന്ന് മോശയോട് ചോദിക്കുന്ന അനുഭവം വരെ ഉണ്ടായി. മുമ്പിൽ ചെങ്കടൽ, രണ്ട് സൈഡിലും വലിയ പർവ്വത നിരകൾ, പിറകിൽ ഫറവോന്റെ സൈന്യം ഇവരെ പിടിച്ച് ബന്ദികളാക്കി വീണ്ടും കൊണ്ടുപോകാൻ അതിശക്തിയോടെ കുതിരപ്പട കടന്നു വരുന്നു. ഇതിൻ്റെ നടുവിലാണ് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ ജനത്തെ അക്കരെ കടത്തിയത്. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ രാത്രിയിൽ വെളിച്ചം നൽകുവാൻ ദൈവം അഗ്നിസ്തംഭമായി അവരുടെ മുകളിൽ നിന്നു. അതിഭയങ്കരമായി ചുട്ടുപഴുത്തി കിടക്കുന്ന മണലാരണ്യത്തിൽ കൂടി അവർ നടക്കുമ്പോൾ അവർക്ക് തണൽ കൊടുക്കുവാൻ മേഘസ്തംഭമായിട്ട് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ മുകളിൽ നിലകൊണ്ടു. അങ്ങനെ അത്ഭുതമായി നടത്തി. അവർക്ക് ഭക്ഷിപ്പാൻ മന്ന, സ്വർഗീയ മല്ലന്മാരുടെ ആഹാരം അവർ കൊടുത്തു. പോഷകങ്ങളൊന്നും കുറഞ്ഞു പോയില്ല, ആരോഗ്യത്തിന് കുറവൊന്നും ഉണ്ടായില്ല, ഒരു ഡോക്ടറെ കാണാൻ ഒരുത്തനും പോകേണ്ടി വന്നില്ല. അങ്ങനെ ആരോഗ്യത്തോടെ അവരെ നടത്തി. പക്ഷേ വെള്ളത്തിന് വേണ്ടി അവർ പിറുപിറുത്തു. ആ പിറുപിറുപ്പ് യഹോവയോടുള്ള മത്സരമായിട്ട് കണ്ടു. അവർക്ക് ആവശ്യമുള്ളതെല്ലാം യഥാസമയങ്ങളിൽ നൽകി കൊടുക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തോട് അവർ പിറുപിറുത്തപ്പോൾ ദൈവം കോപിച്ചു. അവരുടെ പാളയത്തിലേക്ക് അഗ്നിസർപ്പത്തെ ദൈവം ഇറക്കി വിട്ടു. അനേകർ കടികൊണ്ട് വിഷം ബാധിച്ച് മരിക്കുവാൻ ഇടയായി. അപ്പോൾ ദൈവം കോപിക്കും. കുടുംബത്തോട് കോപിച്ചത് അറിയണമെങ്കിൽ സ്തോത്രം, പുരോഹിതനായ ഏലിയുടെ ഭവനത്തിലേക്ക് പോയാൽ മതി. തൻ്റെ മക്കളും അപ്പനെപ്പോലെ ദൈവവേലയിൽ വ്യാപൃതരായി ഒരു വിശുദ്ധ ജീവിതം ചെയ്യേണ്ടവർ അശുദ്ധി കൊണ്ട് ആറാടിയ സമയമായിരുന്നു ആലയത്തിൽ അവരുടെ കാലത്ത്. അതുകൊണ്ട് അവിടെ ന്യായവിധി ദൈവം അയച്ചു, ദൈവം കോപിച്ചു എന്ന് കാണുന്നു. അപ്പോൾ അങ്ങനെ ദൈവം കോപിക്കും എന്നുള്ളതിന് ചില ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ദൈവം കോപിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? വഴിയിൽ വെച്ച് നശിച്ചു പോകാം. ദൈവം കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിച്ചു പോയാൽ ദൈവമായിട്ടുള്ള നിത്യത നമുക്ക് നഷ്ടപ്പെടാം. അല്ല, യേശുവിനെ ചുംബിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ നിത്യതയിൽ അനന്തകാലം കർത്താവുമൊത്ത് വാഴുവാനുള്ള മഹാഭാഗ്യം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ പദവിയിലേക്ക് എല്ലാവരും എത്തണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഞങ്ങൾ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്
നാം വഴിയിൽ നശിച്ചു പോകാതിരിക്കാനായിട്ടാണ്. അതുകൊണ്ട് വചനം കേട്ട ഏവരും പുത്രനെ ചുംബിച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതം നയിച്ച് അക്കരെ നാട്ടിൽ വിശ്രമദേശത്ത് നിത്യതയിലെത്തി നിത്യയിൽ കർത്താവിനോടൊത്ത് വാഴുവാൻ ദൈവം കൃപയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.